Hi everyone, it's me Rahul. Welcome to my Trend FX YouTube channel. So, ലാസ്റ്റ് ഫ്രൈഡേ, അതായത് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ടുള്ള ദിവസം തേഴ്സ്ഡേ. സോ മാർക്കറ്റ് ഒരു ഹെവി ഗ്യാപ് ഡൗൺ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്ത് പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കാണാൻ കഴിഞ്ഞിരുന്നു. ആൻഡ് വി എക്സ്പെക്ട് എ മാർക്കറ്റ് റിവേഴ്സ് ഫ്രം ദിസ് സോൺ. ബട്ട് മാർക്കറ്റ് അതും ബ്രേക്ക് ചെയ്ത് മുകളിൽ 2700 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു. സോ നമ്മുടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന മേജർ റെസിസ്റ്റൻസ് 22,500 എന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് കാണിക്കുന്നായിരുന്നു. ബട്ട് മാർക്കറ്റാണ് ഇനി ന്യൂസിൻ്റെ ബേസിൽ മാർക്കറ്റ് ഡ്രിവൈൻ ചെയ്യാം. ഓക്കെ, നോബഡി ക്യാൻ പ്രെഡിക്റ്റ് 100% ഇൻ മാർക്കറ്റ്. സോ വി എക്സ്പെക്ട് ദിസ് മൂവ് ടു അപ്പ്. രാവിലെ തന്നെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു സഡൻ മൂവ് ഉണ്ടാകാനൊന്ന് ചാൻസ് ഉണ്ട്. ഞാനൊരു നമ്മുടെ വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്, ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആൻഡ് നമുക്കിന്ന് വാട്സപ്പിന് ഈ നമ്മുടെ നിഫ്റ്റിനെ കംപ്ലീറ്റ്ലി വീക്കിലി അനാലിസിസ് നമുക്ക് ചെയ്തിട്ട് വരാം നിഫ്റ്റിയുടെ. സോ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യാറുണ്ട് വീക്കിലി. സോ വീക്കിലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസ് ലാസ്റ്റ് വീക്ക് ഒരു റിക്കവറി കാണിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മുടെ നിഫ്റ്റിയും റിക്കവറി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, S&P 500 റിക്കവറി കാണിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 2 റിക്കവറി കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീക്കിൽ. ആൻഡ് നാസ്ഡാക്കും ലാസ്റ്റ് വീക്ക് ഒരു റിക്കവറി കാണിച്ചിട്ടുണ്ട്. ആൻഡ് ചൈനയുടെ മാർക്കറ്റ് ഡൗൺ ആണ്. ഓക്കെ, നിക്കി ജപ്പാൻ്റെ മാർക്കറ്റും ഒരു റിക്കവറി ലാസ്റ്റ് വീക്കിൽ കാണിച്ചിട്ടുണ്ട്. FTSE ലാസ്റ്റ് വീക്കിൽ നല്ലൊരു റിക്കവറി കാണിച്ചിട്ടുണ്ട്, ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. ഡാക്സ് റിക്കവറി കാണിച്ചിട്ടുണ്ട്. കൊറിയയുടെ മാർക്കറ്റും ഡൗൺ ആണ്. സോ ഏഷ്യൻ മാർക്കറ്റാണ് ഒന്ന് വീക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ആൻഡ് US മാർക്കറ്റും ലാസ്റ്റ് വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിക്കവറി സിനാരിയോ കാണിച്ചിട്ടുണ്ട്. സോ നമ്മുടെ നിഫ്റ്റിയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നിഫ്റ്റി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ നിഫ്റ്റി ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് ഡേ ഒരു റിക്കവറിയെ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് വേൾഡ് വീക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ താഴ്ന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇതിൻ്റെ മുന്നേ ഉള്ള വീക്കുകൾ നോക്കുന്നത് പോലെയല്ല ഈ വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി നിഫ്റ്റിനെ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ നിഫ്റ്റിയുടെ ഒരു ഫുൾ വ്യൂ ഇവിടെ കാണുന്നുണ്ട്. സോ നമുക്ക് ഈ ലോയിൽ നിന്ന് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ, ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും? പ്രോപ്പറായിട്ട് ഒരു മാനിപ്പുലേഷൻ കാണാൻ കഴിയുന്നുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്ത് വീണിട്ട് തിരിച്ചുള്ളിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു മാനിപ്പുലേഷൻ നമുക്ക് നിഫ്റ്റിയിൽ ഇവിടെ വീക്കിലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്ത് കാണിച്ചിട്ട് നിഫ്റ്റി തിരിച്ച് കയറി ഉള്ളിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു വീക്കിലിയിലെ വ്യൂ നമുക്ക് നിഫ്റ്റിയിലുള്ള. സോ നമുക്ക് നിഫ്റ്റിനെ മൊത്തമായിട്ട് എന്താണ് ട്രേഡ് ചെയ്യേണ്ടതാണല്ലോ. അതായത് നെക്സ്റ്റ് മൺഡേയിൽ നമുക്ക് നിഫ്റ്റിനെ ട്രേഡ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മാർക്കറ്റ് ഈ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 2023 ഈ സപ്പോർട്ട് നിന്ന് മാർക്കറ്റ് ഏകദേശം ഓൾ ടൈം ഹൈ ഉണ്ടാക്കി താഴെ വന്നു. ആൻഡ് സെയിം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് വീണ്ടും താഴെ വന്നു. സോ ആ ഒരു മേജർ സപ്പോർട്ട് നിന്നാണ് ഇന്നലെ, അതായത് ലാസ്റ്റ് ഡേയിൽ നിഫ്റ്റി ഒരു റിക്കവറി കാണിച്ചിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി അവിടുന്ന് റിക്കവറി കാണിക്കണം. കാരണം അതെന്താണ്, ഒരു മേജർ ഡിമാൻഡ് സോണാണ്. കണ്ടോ, അതൊരു മേജർ ഡിമാൻഡ് സോണാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ഡേ അവിടുന്ന് ഒരു റിക്കവറി ചെയ്യാൻ കാരണം. സോ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് എന്ത് ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിനെ ചെക്ക് ചെയ്യണം. സോ ഹയർ ടൈം ഫ്രെയിമിൽ വീക്കിലി നമ്മുടെ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്താണ്? ഡൗൺ ട്രെൻഡാണ്. സോ ഡൗൺ ട്രെൻഡിൽ അതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഡിമാൻഡ് സോണിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ മാർക്കറ്റ് റിവേഴ്സലായി ഇപ്പോഴും പറയുന്നില്ല. മാർക്കറ്റ് സ്റ്റിൽ ഓൺ ബിയറിഷാണ്. സോ നമുക്ക് മൺഡേ ട്രേഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് വീക്കിൻ്റെ ലോയും ലാസ്റ്റ് വീക്കിൻ്റെ ഹൈയും മാർക്ക് ചെയ്യണം. ലാസ്റ്റ് വീക്കിൻ്റെ ലോയും ലാസ്റ്റ് വീക്കിൻ്റെ ഹൈ മാർക്ക് ചെയ്യണം. സോ നമുക്കിവിടെ 3 ലെവൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ മേജർ സപ്പോർട്ട് ലൈൻ ഇവിടെ വരുന്നുണ്ട്. സോ ഇതിന് നമുക്കൊരു കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഈ ഒരു മേജർ സപ്പോർട്ട് ലൈൻ വരുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ എന്ത് വരുന്നുണ്ട്? മേജറായിട്ട്
അതിൻ്റെ ലാസ്റ്റ് വീക്കിൻ്റെ ഹൈയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് വീക്കിൻ്റെ ലോയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ 2 വീക്കിൻ്റെ ഇടയിലുള്ള ഒരു മൈനർ സപ്പോർട്ടായിട്ടുള്ള ഇതിൻ്റെ മുന്നത്തെ വീക്കിൻ്റെ ലോ ഇതിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് ഈ ഒരു മീഡിയത്തിൽ വരുന്നുണ്ട്, അതും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരേണ്ടത് 1 ഡേയിലോട്ടാണ്. 1 ഡേ ക്യാൻഡിൽ എന്ത് ചെയ്തു എന്ന് അറിയണം. സോ ലാസ്റ്റ് ഡേ ക്യാൻഡിൽ ഒരു ഫുള്ളി ബുള്ളിഷ് ക്യാൻഡിലാണ്. എത്ര മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വീണോ അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മേജറായിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് അവിടുന്ന് അതായത് നമ്മുടെ ആരെയാണ് നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി വന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് എന്ത് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും? ഡേ ഹൈ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിടാം അല്ലേ. ആൻഡ് നമുക്കിവിടെ 1 more സപ്പോർട്ട്, അതായത് ഒരു ഡിമാൻഡ് ഉണ്ട്. എവിടെയാണ്? ഇതിൻ്റെ മുന്നത്തെ ദിവസത്തിൻ്റെ ലോ, അതും നമ്മൾ മാർക്ക് ചെയ്തിട്ടു. സോ നമുക്കിപ്പോൾ എത്ര ലെവൽ കിട്ടി? ടോട്ടൽ 1, 2, 3, 4, 5, 6 ലെവൽ നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിമിൻ്റെ മുന്നേ ഉള്ള ടൈം ഫ്രെയിമായ 1 ഹവറിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് നല്ല ലെവൽസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മേജറായിട്ട് സപ്പോർട്ട് ഇവിടെ കിട്ടി, മേജർ റെസിസ്റ്റൻസ് ഇവിടെ കിട്ടി, മേജർ സപ്പോർട്ട് ഇവിടെ കിട്ടി, മേജർ സപ്പോർട്ട് ഇവിടെ കിട്ടി, മേജർ സപ്പോർട്ട് ഇവിടെ കിട്ടി. ആൻഡ് മേജർ റെസിസ്റ്റൻസിൻ്റെ തൊട്ട് മുകളിലുണ്ട്. ആൻഡ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇത് മേജർ സപ്പോർട്ടാണ് ഇതിന് മുന്നേ ഉള്ളത്. സോ അതും നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റ് 1 ഹവറിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് നിന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമുക്കിനി 15 മിനിറ്റ്സിലോട്ട് വരാം. നമ്മുടെ ND ഫ്രെയിമിലായ 15 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ എന്തായിരിക്കും? നമ്മുടെ വ്യൂ മാർക്കറ്റ് മൺഡേ ഒന്ന് മുകളിലോട്ട് കയറിയിട്ട്, ദിസ് നമ്പർ 1 സിനാരിയോ, ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരാം. താഴോട്ട് വന്നാൽ നമുക്ക് ഇവിടെയും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. താഴോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. സോ നമുക്ക് അതിന് മുന്നേ എന്ത് സംഭവിക്കണം? ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിക്കണം. കാരണം ഇവിടെ മാർക്കറ്റ് ആദ്യം ഒന്ന് ബുള്ളിഷിലോട്ട് പോയിട്ട് മാർക്കറ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേണം മാർക്കറ്റ് താഴോട്ട് വരാൻ. സോ ഇത് നമ്മുടെ എന്താണ്? ഇത് നമ്മുടെ പ്ലാൻ നമ്പർ 1 ആണ്. ഓക്കെ, മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഈ പ്ലാൻ നമ്പർ 1? നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് മാസങ്ങളായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും ഇത് തന്നെയാണ്. മാർക്കറ്റ് താഴെ നിന്ന് റിക്കവർ ചെയ്യും, താഴോട്ട് വീഴും, ഒന്ന് റിക്കവർ ചെയ്യും, താഴോട്ട് വീഴും, ഒന്ന് റിക്കവർ ചെയ്യും, താഴോട്ട് വീഴും, ഒന്ന് റിക്കവർ ചെയ്യും, താഴോട്ട് വീഴും. സോ ട്രേഡ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് വേണം മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ. സോ ട്രെൻഡിനൊപ്പമാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ മാർക്കറ്റിനെ വെച്ച് ഒരു വിവരം ഇല്ലാതെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയും? മാർക്കറ്റിൽ എന്തും നോക്കി ട്രേഡ് ചെയ്യാം, മാർക്കറ്റിൽ എന്ത് കാണുന്നോ അതാണ് ട്രെൻഡ്. സോ മാർക്കറ്റിൽ നിങ്ങൾക്ക് പഠിക്കണം, മാർക്കറ്റിൽ നിങ്ങൾ പ്രോഫിറ്റിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ലോണം പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ട്രേഡ് ചെയ്യുമ്പം നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാവും. സോ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡാണ്. സോ ഡൗൺ ട്രെൻഡ് മാറണമെങ്കിൽ മാർക്കറ്റ് ഏത് ഹൈ ബ്രേക്ക് ചെയ്യണം? മിനിമം 23,000 എന്ന ഈ ഒരു നമ്പർ ബ്രേക്ക് ചെയ്യണം. മിനിമം നമുക്ക് ഈ ഒരു ഹൈ എങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടെമ്പററി ആയിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. സോ അത് നടന്നിട്ടുണ്ടോ? ഇല്ല, നടന്നിട്ടില്ല. ഇപ്പോഴും ലാസ്റ്റ് സ്വിംഗ് ഹൈ, ഇത് ലാസ്റ്റ് സ്വിംഗ് ഹൈ ആണ്, ഇത് ലാസ്റ്റ് സ്വിംഗ് ലോ ആണ്. അതായത് 1 hourലെ സ്വിംഗ് ഹൈ ഇതാണ്. സോ ലാസ്റ്റ് സ്വിംഗ് ഹൈയുടെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. സോ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ് ആണ് നടന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് താഴോട്ട് വീഴും എന്നാണ് എൻ്റെ വ്യൂ ഉള്ളത്. നിങ്ങളുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദിസ് ഇസ് മൈ ഓൺ വ്യൂ. ഓക്കെ, ആൻഡ് സോ ഇതാണ് എൻ്റെ 15 മിനിറ്റ്സിലെ ലാസ്റ്റ് സ്വിംഗ് ഹൈ ആയിട്ട് എനിക്കിവിടെ ഉള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് തിരികുകയാണെങ്കിൽ ഐ ഗോ വിത്ത് മൈ പുട്ട് ട്രേഡ്. എൻ്റെ പുട്ട് ട്രേഡിൽ ഞാൻ ചെയ്യും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡൊക്കെ നിങ്ങൾക്ക് അവിടെ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ്
ഈ ഹൈയുടെ മുകളിൽ 22,953 ഈ ഹൈയുടെ മുകളിൽ, അതായത് ഈ സിംഗ് ലോയുടെ മുകളിൽ മാർക്കറ്റ്, ഓക്കെ 23,000 30 പോയിൻ്റ് ഉള്ളൂ. ഈ സിംഗ് ലോയുടെ മുകളിൽ, ഈ സിംഗ് ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ തോട്ട് ഇറക്കി വെക്കാം. ഈ സിംഗ് ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് ലൈവ് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ബുള്ളിഷ് ആവാം. ഇത് പ്ലാൻ ബി. ഓക്കെ, ഈ സിംഗ് ഹൈയുടെ മുകളിൽ 22,900 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വെക്കാം? നമുക്ക് ഈ ഹൈ വെക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എവിടെ വെക്കാം? ഈ ഗ്യാപ്പ് ഫില്ലിങ് വെക്കാം. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വെക്കാം, സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ട്രെൻഡിനോ അഗെയിൻസ്റ്റ് അല്ല, ട്രെൻഡിനൊപ്പം തന്നെയാണ്. അതെല്ലാം മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊപ്പം മൂവ് ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ 2 സിനാരിയോ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കംപ്ലീറ്റ് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ ഇത് നമ്മുടെ പ്ലാൻ എ. ആൻഡ് ഇത് നമ്മുടെ അതല്ല, മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്, മാർക്കറ്റിൽ പോസിറ്റീവ്നെസ് ഉണ്ട്, മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണെങ്കിൽ ഈ ഒരു ഹൈയുടെ മുകളിൽ നമ്മൾ പ്ലാൻ ബി നമ്മൾ ബൈയിങ് സൈഡിലുണ്ട്. സോ നമ്മുടെ കയ്യിൽ 2 പ്ലാനും ഉണ്ട്. നമ്മുടെ കയ്യിൽ പ്ലാൻ എയും ഉണ്ട്, പ്ലാൻ ബിയും ഉണ്ട്. ആൻഡ് മാർക്കറ്റിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും മാർക്കറ്റ് റൈസിന് ശേഷം വീഴുന്നത് കൊണ്ട് തന്നെ ഇതും നമുക്കൊരു സെൽ ഓൺ ദ റൈസ് കൺസെപ്റ്റിൽ വെക്കാം. ഓക്കെ, സോ കൺസെപ്റ്റിൽ വെക്കുന്നതിന് മുന്നേ നമ്മൾ കണ്ടടിച്ച് സെല്ല് ചെയ്യല്ല ചെയ്യേണ്ടത്. മാർക്കറ്റിൽ എന്താണോ മാർക്കറ്റിൻ്റെ സിനാരിയോ, മാർക്കറ്റ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എന്താണ് മാർക്കറ്റ് ട്രെൻഡിൽ കാണിച്ചു തരുന്നത്, അത് മനസ്സിലാക്കി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. സോ 22,900 എബോവ് നമ്മൾ ബുള്ളിഷ് ആയിരിക്കും. അതല്ല 22,900 താഴെ മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ നടന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ റേഞ്ചിനുള്ളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്യാം ഈ ലോ വരെ. ഓക്കെ, ഈ റേഞ്ചിനുള്ളിലോട്ട് തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് ഈ ഹൈന്ന് ഈ ലോ വരെ മാർക്കറ്റിനെ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ഇതാണ് മൺഡേയിലെ മാർക്കറ്റിൻ്റെ വ്യൂ. സോ വീക്കിലി ടെക്നിക്കൽ അനാലിസിസ് ഇതാണ് നമ്മുടെ. വീക്കിലി മുതൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല സ്ലോ ആയിട്ട് മെല്ലെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.